മലമ്പുഴ വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് നിയമവിരുദ്ധമായി അനുവദിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ. ബിജെപി ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ നയിക്കുന്ന സമരപ്രചരണത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മലമ്പുഴയിലെ വെള്ളം കുടിവെള്ളത്തിനും കൃഷി ആവശ്യത്തിനും മാത്രമാണ്. പഞ്ചായത്ത് രാജ് അധികാരം കവർന്നെടുക്കുന്നതിനെതിരെ ബിജെപി നിയമപരമായി മുന്നോട്ടു പോകും. കമ്പനികൾക്ക് പ്രവർത്തനാനുമതി ലൈസൻസ് നൽകാനുള്ള അധികാരം ഇല്ലാതാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം കവർന്നെടുക്കാൻ മന്ത്രി എം പി രാജേഷ് ശ്രമിക്കുകയാണ്. ബംഗാളിൽ ഇടതു സർക്കാരിന്റെ കാലത്ത് നന്ദിഗ്രാമം സംഭവിച്ചതുപോലെ മറ്റൊരു നന്ദിഗ്രാമം പാലക്കാട് എലപ്പുള്ളിയിൽ ആവർത്തിക്കുമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. ആ പഞ്ചായത്തിന്റെ നടപടി മൂലമാണ് കൊക്കോകോള കമ്പനിയുടെ ജലചൂഷണം അവസാനിപ്പിക്കാൻ പാലക്കാട്ടുകാർക്ക് കേരളത്തിനും കഴിഞ്ഞത്. ലോകത്തിന് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നടപടിയായിട്ട് അന്നത്തെ പെരുവാട്ടി പഞ്ചായത്തിൻ്റെ നിയമ നടപടികൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. അത്തരം അധികാരങ്ങളെയാണ് പഞ്ചായത്തിന് ആ പഞ്ചായത്തിലെ ജലസ്രോതസ്സും അതുപോലെ തന്നെ മലിനീകരണവും എല്ലാം നടത്തുന്ന കമ്പനികൾക്കെതിരായിട്ടും സ്ഥാപനങ്ങൾക്കെതിരായിട്ടുമെല്ലാം നടപടിയെടുക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തെയാണ് കവർന്നെടുക്കാൻ ശ്രീ എം പി രാജേഷ് ശ്രമിക്കുന്നതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ശ്രീ എം പി രാജേഷിൻ്റെ ഇത്തരം നടപടികൾ കാണുന്ന സമയത്ത് എം പി രാജേഷ് ഇടതുപക്ഷ മുന്നണിയുടെ ഈ ഭരണത്തിൽ ഓയിസിസ് കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണോ മന്ത്രിയായത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ നടപടികളും അങ്ങനെയാണ്. കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന ഓയിസിസ് കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മന്ത്രിയായിട്ട് ശ്രീ എം പി രാജേഷ് മാറിയിരിക്കുക. തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് താൻ എന്ന് അവകാശപ്പെട്ട എം പി രാജേഷ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇന്ന് മദ്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് കേരള മന്ത്രിസഭയിൽ ഉൾപ്പെട്ട ആളായിട്ട് മാറിയിരിക്കുകയാണ്. എം ശങ്കരൻ നമ്പൂതിരിപ്പാട് തുടങ്ങി വെച്ച ജനകീയ ആസൂത്രണ പദ്ധതി കേരളത്തിൽ പരാജയമാണോ എന്ന് വ്യക്തമാക്കാൻ ശ്രീ എം പി രാജേഷ് തയ്യാറാവണം. കാരണം ജനകീയ ആസൂത്രണ പദ്ധതിയിൽ എന്താണോ ഇടതുപക്ഷം വിഭാവനം ചെയ്തത്, എന്താണോ CPM കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചത്, അതെല്ലാം വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ഈ സർക്കാരിൻ്റെ നടപടി. അപ്പോൾ ജനകീയ ആസൂത്രണ പദ്ധതി പരാജയമായിരുന്നോ? ജനങ്ങളിലേക്ക് അധികാരമെത്തിക്കാൻ, താഴെത്തട്ടിലേക്ക് അധികാരമെത്തിക്കാൻ, അധികാര വികേന്ദ്രീകരണം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ജനകീയ ആസൂത്രണം പരാജയമായിരുന്നു എന്നുള്ള സമ്മതിക്കലാണോ സർക്കാരിൻ്റെ പുതിയ നയംമാറ്റം എന്നുള്ളതുകൂടി എം പി രാജേഷ് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. മദ്യകമ്പനിക്കെതിരെ സമരം ചെയ്യാൻ CPI തയ്യാറുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.